ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫെൽകിറ്റ് യൂട്യൂബ് ചാനൽ. പല ആളുകൾക്കുള്ള ചെറിയൊരു സംശയം, ആ ഒരു സംശയം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. കാരണം ഇൻവേർട്ടർ എ സി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന എ സികൾ, നമ്മൾ BLDC ഇൻവേർട്ടേഴ്സ് തമ്മിൽ ഡിഫറൻസിനെ കുറിച്ച് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമാണ്, ഇൻവേർട്ടർ എ സി കൊണ്ട് കറണ്ട് ബില്ലിൽ വല്ല ലാഭം ഉണ്ടോ, കറണ്ട് കൺസപ്ഷനിൽ വല്ല ലാഭം ഉണ്ടോ എന്നുള്ളതാണ് പല ആളുകളുടെയും ഡൗട്ട്. ഞാനൊരു കാര്യം പറയാം, ഇതിൽ ഞാനിപ്പോൾ ഇൻവേർട്ടർ എ സി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് LGയുടെ ഇൻവേർട്ടർ എ സി ആണ്. ഇത് ഒരു ഫുള്ളായിട്ട് നമുക്ക് BLDC എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. കാരണം അതിലെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എല്ലാം നമുക്ക് DC വർക്ക് ചെയ്യുന്ന ടൈപ്പ് എ സി തന്നെയാണിത്. ഈ ഒരു എ സിയും പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ ഒരു വാൾ ഫാൻ ആണ്. ഈ വാൾ ഫാനും രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ചെറിയ ഡിഫറൻസ് രണ്ടും ഉപയോഗിക്കുന്നതിൽ വരുന്നുള്ളൂ. അപ്പൊ ഇൻവേർട്ടർ എ സി ഉപയോഗിച്ചാലും വാൾ ഫാൻ ഉപയോഗിച്ചാലും ആൾമോസ്റ്റ് കറണ്ട് ചാർജ് ഉപയോഗം ഒരുപോലെയാണ്. അപ്പൊ നമുക്ക് എ സി ഉപയോഗിക്കുന്നതാണ് ലാഭം, കാരണം കുറച്ചുകൂടെ തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് കുറഞ്ഞ ലാഭത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതും ഇത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ ലാഭം ഉണ്ടോ ഇല്ല എന്നുള്ളതും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മീറ്റർ ഉണ്ട്. ഇവിടെ ഈ മീറ്റർ കണ്ടോ, ഇതിൽ നമുക്കിവിടെ വോൾട്ടേജ് കാണിക്കും, കറണ്ട് കാണിക്കും, പവർ കാണിക്കും, ഫ്രീക്വൻസി കാണിക്കും, പവർ ഫാക്ടർ കാണിക്കും, പിന്നെ ഇവിടെ എനർജി, എത്ര എനർജി കൺസ്യൂം ചെയ്തു എന്നുള്ളത് കാണിക്കും, എത്ര വാട്ട്സ് കൺസ്യൂം ചെയ്തു എന്നുള്ളത്. ഇപ്പൊ സമയം ഏകദേശം 9 മണിയായി. ഈ ഒരു സമയത്ത് രാത്രി 9 മണിയാണ്. ഈ സമയത്ത് ഞാനൊന്ന് എ സിനെ ഓൺ ആക്കിയിട്ടാണ് രാവിലെ വരേക്ക്. രാവിലെ ഒരു 6 മണിക്ക് നമുക്ക് എ സി ഓഫ് ആക്കിയിട്ട് നോക്കാം. 6 മണിക്കൊക്കെ എണീറ്റിട്ട് ഒരു 6 മണിക്ക് എ സി ഓഫ് ആക്കാം. അങ്ങനെ എ സി ഓഫ് ആക്കുമ്പോൾ എത്ര എനർജി ഇത് കൺസ്യൂം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന് ഈ ഒരു ഡിവൈസിനെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. ഞാനിതിങ്ങനെ ഒരു പ്ലഗ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ പ്ലഗിലേക്ക് ഞാനിവിടെ എ സിനെ കണക്ട് ചെയ്യാൻ പോവാണ്. ഞാനിതാ പ്ലഗ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. എ സി ഇപ്പോൾ സ്റ്റാൻഡ് ബൈ മോഡിലാണ്, ഓൺ ആയിട്ടില്ല. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ട ഡിസ്പ്ലേ ഒന്നും വന്നിട്ടില്ല, ഓൺ ആയിട്ടില്ല. പക്ഷെ ഈ സമയത്ത് എടുക്കുന്ന പവർ 4 വാട്ട് പവർ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ബോർഡ് മാത്രം ഓൺ ആയി കിടക്കുന്ന സമയത്തുള്ളതാണ് ഈ 4 വാട്ട്. പിന്നെ നമുക്ക് ഇതിനൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാൻ റിമോട്ടിൽ ഓൺ ചെയ്യാണ്. ഓക്കെ, എ സി ഇപ്പോൾ ഓൺ ആയി. വാട്ട് 5 വാട്ട്, 5.2, ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, 37 വാട്ട്സ് ഇങ്ങനെ ചെറിയ ഫാനിന്റെ സ്പീഡിനനുസരിച്ച് ചെറിയ ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ പല ഐറ്റം വാട്ടുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പവർ ഫാക്ടർ ഒക്കെ 0.4 ആണ്. പവർ ഫാക്ടർ 1 ആവണം. ആൾമോസ്റ്റ് പവർ ഫാക്ടർ 1 ആണെങ്കിൽ അവിടെ എനർജി ലോസ് ഒന്നും ഇല്ല എന്നർത്ഥം. നമുക്ക് ഇതിലെ PFC ഒക്കെ വർക്ക് ചെയ്യുമ്പോഴേ ആ ലെവലിലേക്ക് വരുള്ളൂ. ഇനി നോക്കാം നമുക്ക് ഇവിടെ എ സിയിൽ ഞാൻ ഈ റിമോട്ടിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടെമ്പറേച്ചർ 27 ഡിഗ്രി ആണ്. ഇവിടെ കണ്ടതിൽ ഡിസ്പ്ലേയിൽ ഒന്നും കിട്ടുന്നില്ല, ഈ ഭാഗത്ത് 2 കാണിക്കുന്നില്ല. എന്തായാലും 27 ആണ്. 27 ഡിഗ്രി സെറ്റ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഇതിലെ ഫാനിന്റെ കാര്യത്തിൽ നമുക്കിവിടെ ഒരു മാറ്റം വരുത്താം. ഇതിലെ ഫാനിനെ നമുക്ക് ഓട്ടോ മോഡിലിടാം. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോഡാണ് ഈ പറയുന്നത്. ഓട്ടോ, ഇതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ഓട്ടോ മോഡ്. പിന്നെ സ്വിംഗ് ഒക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് വെക്കാം. എന്തായാലും 27 ഡിഗ്രിയിൽ സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇനി ഉറങ്ങാൻ പോകുന്നത്. അങ്ങനെ ഉറങ്ങിയിട്ട് രാവിലെ എണീക്കുമ്പോൾ ഏകദേശം എത്ര വാട്ട് കൺസ്യൂം ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ കണ്ടോ വാട്ട് ഹവർ, ഇപ്പോൾ 5 വാട്ട് ഹവർ ആണ്. ഒരു ആവറേജ് കണക്കാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഔട്ട്ഡോർ എടുത്തും തോന്നുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, നമുക്ക് പവർ ഫാക്ടർ 0.94, ആൾമോസ്റ്റ് 1 ആയി. അതേപോലെ തന്നെ ഇതിലെ പവർ 496, അല്ലെങ്കിൽ 2 ആംപിയർ കറണ്ട് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ ലെവൽ 27ൽ സെറ്റ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 24, പല ആൾക്കാരും ചെയ്യുന്ന പണിയാണ്, നമ്മൾ 24ൽ അല്ലെങ്കിൽ 18 ഡിഗ്രിയിലൊക്കെ ഇട്ടിട്ട് നല്ല പുതച്ച് മൂടിയിട്ട് കിടന്നുറങ്ങും. ഒരു 27 അല്ലെങ്കിൽ 26 ആ ലെവലിലൊക്കെ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതപ്പിന്റെ ആവശ്യമൊന്നുമില്ല. പുതപ്പൊന്നും ഇല്ലാതെ വളരെ കംഫർട്ടായിട്ട് ഉറങ്ങാം. ഒരു ഏറ്റവും നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ലെവൽ നമുക്ക് ഉറങ്ങാൻ പറ്റുന്ന ഒരു ലെവലാണിത്. ഞാനീ പറഞ്ഞ പോലെ 18 ഇട്ടിട്ടും അതേപോലെ തന്നെ എ സിയിൽ എത്രയാണോ കുറവിടാൻ പറ്റുന്ന അതിലിടും. ഇതിലേക്ക് HC എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഹൈ കൂൾ. അതിലിട്ട് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് കൂളിംഗ് നടക്കും. അതിനനുസരിച്ച് നന്നായിട്ട് എനർജി കൺസ്യൂം ചെയ്യും. അപ്പൊ ആ ഒരു മോഡിൽ ഇട്ടിട്ടാണ് ഞാൻ സ്ഥിരമായിട്ട് കടന്നുറങ്ങിയിരുന്നത്. നല്ല കമ്പിളിയൊക്കെ പൊതിച്ചിട്ട് ഉറങ്ങിയിരുന്നത്. പക്ഷെ ഇപ്പോൾ കുട്ടിയുണ്ട്, കുട്ടിക്ക് ചെറിയ 5 മാസം 6 മാസം ആവുന്നേ ഉള്ളൂ. അപ്പൊ അവൻ അത്രയും തണുപ്പ് പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ 27 ഇട്ട് ഉറങ്ങാൻ തുടങ്ങി. അപ്പൊ 27 ഇട്ട് നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഉറങ്ങാനും പറ്റുന്നുണ്ട്. വളരെ കുറച്ച് എനർജി കൺസ്യൂം ചെയ്യുന്നുള്ളൂ. അത് എത്ര എനർജി കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് രാവിലെ നോക്കിയിട്ട് പറയാം. ഇപ്പൊ നമുക്ക് കണ്ടോ ആവറേജ് ഒരു 570 വാട്ടൊക്കെ
പവർ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2.7 ആംപിയർ ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇതിങ്ങനെ കുറഞ്ഞു വരും റൂം കൂളാവുന്നതിനനുസരിച്ച്. ഇപ്പോൾ റൂം ടെമ്പറേച്ചർ ഒരു ആവറേജ് ഇപ്പോൾ ഒരു 30 ഡിഗ്രി ആ ലെവലിലൊക്കെയുള്ള ഒരു ടെമ്പറേച്ചറാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി അതിന്ന് ഒരു 27 ഡിഗ്രിയിലേക്ക് തണുപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഇത്രയും എനർജി കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി രാവിലെ എന്താണ് അവസ്ഥ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ സമയം ഏകദേശം 6:45 ഞാനിത് മൊബൈലിൽ സമയം കാണിച്ചു തരാം. 6:45 ഇപ്പോഴത്തെ സമയം. അതായത് രാവിലെ 6:45 കേട്ടോ. നമ്മൾ രാത്രി 9 മണിക്കാണ് AC ഓൺ ചെയ്തിട്ടത്. ഇപ്പോൾ രാവിലെ 6:45 6:45 ആയിട്ടുണ്ട് ടൈം. ഞാൻ 6 മണിക്ക് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. പിന്നെ കുട്ടി എണീക്കാൻ വൈകുന്നുണ്ട് അങ്ങനെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് പോയതാണ്. ഈ സമയത്ത് നമുക്കിവിടെ വാട്ട്സിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതൊന്ന് നോക്കാം. 9 വാട്ട് 10 വാട്ട് റേഞ്ചിലാണ് ഇപ്പോൾ AC എനർജി കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആകെ 10 വാട്ട് പവർ മാത്രമേ എടുക്കുന്നുള്ളൂ. അതും ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആവട്ടെ. ഇപ്പോൾ 10 എന്നുള്ളത് ചിലപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്നും കൂടി കൂടും. കാരണം ഇതിൻ്റെ ഫാനിൻ്റെ സ്പീഡ് നമ്മൾ ഓട്ടോമാറ്റിക് മോഡിലാണല്ലോ ഇട്ടത്. അതുകൊണ്ടാണ് അതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഫാന് ഉപയോഗിക്കാൻ എടുക്കുന്ന കറണ്ട് മാത്രമേ ഇപ്പോൾ ഇതിലുള്ളൂ. ഒന്നാമത് BLDC ആണ്. അതുകൊണ്ട് തന്നെ ചെറിയ വൈദ്യുതി അതിന് മതി. ഇത് നോക്കാം, നമ്മൾ രാത്രി 9 മണിക്ക് ഇട്ടിട്ട് ഇതുവരേക്ക് AC ഓഫ് ആയിട്ടില്ല. കാരണം കറണ്ട് ഒന്നും പോയിട്ടില്ല. ഞാനിവിടെ വേറൊരു സീലിങ്ങിൽ ലൈറ്റ് ഇട്ട് വെച്ചിരുന്നു. ആ ലൈറ്റ് രാവിലെ വരെ കത്തിയിട്ടുണ്ട്. അത് ഓഫായി കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് ഇങ്ങനെ മാറി മാറി കത്തുന്ന മോഡിലേക്ക് വരാറാണ്. എന്തായാലും അത് അങ്ങനെയൊന്നും വന്നിട്ടില്ല. രാത്രി കറണ്ട് പോയിട്ടേ ഇല്ല. ഇപ്പോൾ ഇവിടെ ഫുൾ ടൈം അങ്ങനെ വർക്ക് ചെയ്തിട്ട് 374 വാട്ട് ഹവറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വാട്ട് ഹവറിലാണല്ലോ യൂണിറ്റ് കണക്കാക്കുക. അതായത് 374 വാട്ട് ഹവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അര യൂണിറ്റും തികഞ്ഞിട്ടില്ല. ഒരു 1/4 യൂണിറ്റിൻ്റെയും അര യൂണിറ്റിൻ്റെയും ഇടയിൽ 1000 വാട്ട് ഹവറാണ് ഒരു യൂണിറ്റ്. ഇതിപ്പോൾ 374 വാട്ട് ഹവർ ആയിട്ടേ ഉള്ളൂ ഇത് കൺസ്യൂം ചെയ്യുന്നത്. പക്ഷെ AC ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. രാവിലെ നേരം വെളുത്ത സമയമായതുകൊണ്ട് തന്നെ കൂടുതൽ റൂമിനെ കൂളാക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ AC പിന്നെ ഇത് ജസ്റ്റ് ഫാൻ ഇങ്ങനെ വർക്ക് ചെയ്താൽ മാത്രം മതി. അതുകൊണ്ടാണ് എനർജി കുറച്ച് കൺസ്യൂം ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടു, ഇപ്പോൾ 12 വാട്ടായി. കാരണം ഫാൻ ഇപ്പം ഞാനിവിടെ ഇങ്ങനെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതുകൊണ്ട് പിന്നെ റൂമിലെ ടെമ്പറേച്ചറിൽ ചെറിയ വ്യത്യാസം വരികയാണ്. ആ വ്യത്യാസം വരുമ്പോൾ ഫാന് ഒന്ന് സ്പീഡ് കൂട്ടിയും കുറച്ചിട്ടും ആ ഒരു ടെമ്പറേച്ചറിനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ റൂം ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കിത് റൂം ടെമ്പറേച്ചർ മീറ്ററിൽ കാണിക്കുന്നുണ്ട് 25.7 ആ ലെവലിലേക്കാണ് ടെമ്പറേച്ചർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പുറത്തെ ടെമ്പറേച്ചർ ഇതിനേക്കാൾ എന്തായാലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഞാൻ പുറത്ത് വന്നിട്ടുള്ള ടെമ്പറേച്ചറാണ് ഈ കാണിക്കുന്നത് കേട്ടോ. 27.6 28 ആ ലെവൽ ടെമ്പറേച്ചറാണ് പുറത്തുള്ളത്. പക്ഷെ റൂമിലെ ടെമ്പറേച്ചർ ആ ഒരു 25 ഡിഗ്രി 25 പോയിന്റ് സംതിങ് അതിലേക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചെറുതായിട്ടൊന്ന് പുറത്തൊക്കെ ഒന്ന് പോയപ്പോൾ ഒന്ന് കൂടി 26.9 എത്തി. കാരണം ഒന്നിങ്ങനെ ഞാൻ അളകി. പിന്നെ അതാ ഇവിടെ നമ്മളെ കുട്ടി എണീറ്റിട്ടുണ്ട്. ഓൻ്റെ അടക്കവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ചെറുതായിട്ട് ഇപ്പം ഞാനിപ്പോൾ പുറത്തൊക്കെ പോയി ഡോറൊക്കെ തുറന്നതല്ല. അപ്പോൾ ടെമ്പറേച്ചറിൽ ചെറിയൊരു ചേഞ്ചസ് വന്നു. എന്തായാലും ഇവിടെ നമുക്ക് ഇത്രയും ഫുൾ ടൈം വർക്ക് ചെയ്തിട്ടും ആകെ 374 വാട്ട് ഹവർ യൂണിറ്റ് ആണ് ചിലവായിട്ടുള്ളത്. അപ്പോൾ ടൈമൊന്നും നമുക്ക് നോക്കി നോക്കാം. 9 മണി മുതൽക്ക് രാത്രി 9 മണി മുതൽക്ക് രാവിലെ 7 മണി വരെയാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത്. ഏകദേശം 10 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് AC മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും AC കുറിച്ച് അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാകും ഇത് വളരെ കുറഞ്ഞ എനർജി ഒക്കെ കൺസ്യൂം ചെയ്തിട്ടുള്ളൂ എന്നുള്ളത്. എന്നാൽ അത് മറ്റുള്ള ആളുകൾക്ക് ഇത് അറിയണമെങ്കിൽ മറ്റുള്ള ഡിവൈസുകൾ എത്ര എനർജി കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് മനസ്സിലാവണം. അത് മനസ്സിലായി കഴിഞ്ഞാലാണ് നമുക്കിത് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഏകദേശം 7 മണി ഒക്കെ ആയി തുടങ്ങി. 6:52 7 മണിയൊക്കെ ആയി. അപ്പോൾ ഞാനിവിടെ ഇനി ഈ ഒരു ഫാനിനെ ഒന്ന് റൺ ചെയ്യിച്ചിട്ടാണ് ഒരു 9 മണി വരേക്ക് 2 മണിക്കൂർ ഫാനിനെ റൺ ചെയ്യിച്ചിട്ട് നോക്കാം. അപ്പോൾ ഫാനിനെ സംബന്ധിച്ചിടത്തോളം കണ്ടിന്യൂസ് എപ്പോഴും ഒരേ വാട്ടിലാണ് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ പ്രത്യേക ചേഞ്ചസ് ഒന്നും വരില്ല. സ്റ്റാർട്ടിങ്ങിൽ കുറച്ചൊരു കൂടുതൽ കറണ്ട് എടുത്താലും പിന്നെ ഒരേ കറണ്ടിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. AC നമുക്ക് ടെമ്പറേച്ചർ അനുസരിച്ച് ഇങ്ങനെ ചേഞ്ച് ആവുന്നതുകൊണ്ടാണ് കണ്ടിന്യൂസ് ഒരുപാട് സമയം റൺ ചെയ്യിച്ചാലേ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ഒന്ന് കണക്ട് ചെയ്തിടാം. ഇപ്പൊ ഞാൻ ഫാൻ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതുണ്ട് 0 വാട്ട് അവർ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 0യിലേക്ക് സെറ്റ് ചെയ്തു. ഇനി ഫാനിനെ ഒന്ന് ഓൺ ചെയ്യാം. ഫാന് നമുക്ക് 3 സ്പീഡ് തന്നെ ഇട്ടിട്ടുണ്ട്. ഫുൾ സ്പീഡിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കണ്ട 69 വാട്ട് ഒക്കെയാണ് ഇപ്പൊ എടുക്കുന്ന പവർ. 59 സ്റ്റാർട്ടിങ്ങിൽ കുറച്ചൊരു കൂടുതൽ പവർ എടുത്തു. പിന്നെ അതൊന്ന് കുറയും. ഒരു ആവറേജ് പിന്നെ 69 50
വാട്ടിൽ അങ്ങനെ റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എടുക്കുന്ന കറണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട് 0.26 ആംപിയർ കറണ്ടാണ് എടുക്കുന്നത്. 59, 58 വാട്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇതാണ് വർക്ക് ചെയ്ത് തുടങ്ങട്ടെ. ഇതൊരു 2 മണിക്കൂർ ഇതിങ്ങനെ വർക്ക് ചെയ്തിട്ട് എത്ര വാട്ട് ഹവർ കൺസ്യൂം ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ഏകദേശം സമയം 9 മണി കഴിഞ്ഞു, 9:02 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ സമയത്ത് ഇവിടെ ഫാന് വർക്ക് ചെയ്യുന്ന ഒരു എനർജി എത്രയാന്നുള്ളത് നോക്കാം. 56 വാട്ട് തന്നെയാണ്. അപ്പൊ പവർ അവിടെ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇത്രയും സമയം വർക്ക് ചെയ്തിട്ട് നമ്മൾ 7 മണിക്കാണ് ഇത് പ്ലഗ് ചെയ്തത്. 2 മണിക്കൂർ ഫാന് വർക്ക് ചെയ്തപ്പോൾ 121 വാട്ട് ഹവർ ആണ് എനർജി കൺസ്യൂം ചെയ്തിട്ടുള്ളത് 2 മണിക്കൂർ വർക്ക് ചെയ്തപ്പോൾ. ഓക്കെ, 56 വാട്ട്. ഇത് എപ്പോഴും കോൺസ്റ്റന്റ്. നമുക്ക് AC ആകുമ്പോൾ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഇതൊന്ന് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ. 2 മണിക്കൂറിന് 122 വാട്ടാണ്. അപ്പോൾ 1 മണിക്കൂറിന് ഏകദേശം നമുക്ക് 60 വാട്ട് ആണ് ഇവിടെ കൺസ്യൂം ചെയ്തിട്ടുള്ളത്. 10 മണിക്കൂറാണ് ഈ ഒരു ഫാന് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതെന്ന് കരുതുക. നമ്മളിപ്പോൾ രാത്രി ഇട്ടിട്ട് രാവിലെ വരെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു 10 മണിക്കൂർ റൺ ആവുന്നുണ്ടെന്ന് കരുതുക. 10 മണിക്കൂർ റൺ ആവുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 600 വാട്ട് ഇതിവിടെ എനർജി കൺസ്യൂം ചെയ്യും. ഓക്കെ, കാരണം ഇത് എപ്പോഴും ഫിക്സഡ് ഫ്രീ പവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഗുണിച്ചിട്ട് ചെയ്ത് നോക്കാം. 600 വാട്ട് ഇത് കൺസ്യൂം ചെയ്യും. എന്നാൽ നമ്മൾ ഈ ഒരു AC-നെ 27 ഡിഗ്രിയിൽ വർക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ആകെ 300 ചില്ലാനം വാട്ട്സ് അല്ലെങ്കിൽ 400 വാട്ട്സ്. നമ്മളെ റൂം ടെമ്പറേച്ചറിനനുസരിച്ചും അതേപോലെ തന്നെ ആംബിയന്റ് പുറത്തത്തെ ടെമ്പറേച്ചറിനും റൂമിലെ സൗകര്യത്തിനനുസരിച്ചൊക്കെ വരും. ഇപ്പൊ ഇത് സീലിംഗ് ഇട്ടതാണ്, ജിപ്സ് ഇട്ടതാണ്. അപ്പൊ അതിനനുസരിച്ചൊക്കെ കൂളിംഗ് കപ്പാസിറ്റിയിൽ മാറ്റം വരും. എന്നാലും ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ 27 ഡിഗ്രിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് അതിന്റെ ഫാനിന്റെ ഓപ്ഷൻ ഇൻവെർട്ടർ AC-യിലെ ഫാന് ഓട്ടോ സ്പീഡ് മോഡിലേക്കും മാറ്റി നമ്മൾ ഇതിനെ റൺ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ചെറിയ എനർജി, ഒരു വാൾ ഫാന് വർക്ക് ചെയ്യേണ്ട സാധാരണ വാൾ ഫാൻ കേട്ടോ, മറ്റേ BLDC അല്ല, സാധാരണ ഒരു ഇൻഡക്ഷൻ ടൈപ്പ് വാൾ ഫാന് വർക്ക് ചെയ്യുന്ന അതേ എനർജി ഇതിനും ചെലവാകുന്നുള്ളൂ. അപ്പൊ അതാണ് ഇൻവെർട്ടർ ടെക്നോളജിയുടെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇൻവെർട്ടർ ടെക്നോളജിയിൽ ഇപ്പൊ പല ആൾക്കാരും പിന്നെ എന്നെ വിളിച്ചിട്ടൊക്കെ ചോദിച്ചിരുന്ന സംശയം ഇതാണ്, ഇൻവെർട്ടർ ACയും സാധാ AC തമ്മിൽ വലിയ വ്യത്യാസം തോന്നുന്നില്ലല്ലോ. കാരണം ഇത് സ്റ്റാർട്ടിങ്ങിൽ ഹൈ കറണ്ട് എടുക്കുന്നുണ്ടല്ലോ, സ്റ്റാർട്ടിങ്ങിൽ 4 ആംപിയർ 3 ആംപിയർ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ എന്താ വ്യത്യാസം എന്നാണ് ചോദിച്ചിരുന്നത്. ആ ഒരു വ്യത്യാസമാണ് കാണുന്നത്. ഇപ്പൊ നമുക്കൊരു ഇൻഡക്ഷൻ ടൈപ്പ് മോട്ടർ ഉണ്ടോ, ഇത് എല്ലാ സമയം ഒരേ എനർജിയാണ് കൺസ്യൂം ചെയ്യുന്നത്. എന്നാൽ ഇൻവെർട്ടർ AC-യിൽ BLDC ടൈപ്പ് ഫാനുകൾ ആയതുകൊണ്ട് തന്നെ റൂം ടെമ്പറേച്ചറിനനുസരിച്ച് ഓരോ സമയത്തും വ്യത്യസ്ത അളവിലുള്ള എനർജിയാണ് കൺസ്യൂം ചെയ്യുക. അപ്പൊ നമ്മൾ ഇൻവെർട്ടർ AC നേരത്തെ ഓൺ ചെയ്ത് കാണിച്ചപ്പോൾ ഒരു ഹൈ കറണ്ട് ഒക്കെ എടുത്തിരുന്നു. വാട്ട്സ് തന്നെ 400 വാട്ടിലൊക്കെ റൺ ആയിരുന്നല്ലോ. പക്ഷെ ഇൻവെർട്ടർ AC ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ട വാട്ട്സ് എത്രയാ, 16 വാട്ട് 10 വാട്ടൊക്കെയാണ്. നമ്മൾ 10 മണിക്കൂർ റൺ ചെയ്യിച്ചപ്പോൾ 300 ചില്ലാനം വാട്ട്സ് കൺസ്യൂം ചെയ്തു എന്ന് പറഞ്ഞാൽ ആവറേജ് 30 വാട്ടൊക്കെയാണ് 1 മണിക്കൂറിൽ ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ, ആവറേജിലേക്ക് നോക്കുമ്പോഴാണ് നമുക്കത് കുറഞ്ഞ എനർജി കൺസ്യൂം ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. അതേസമയം നമ്മൾ ഒരു മണിക്കൂർ മാത്രം വർക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എനർജി അവിടെ കൺസ്യൂം ചെയ്യും. പലപ്പോഴും ഇൻവെർട്ടർ AC ഉപയോഗിക്കുന്ന ആളുകൾക്ക് കൂടുതൽ കറണ്ട് ചാർജ് വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പല ആളുകൾ ഇപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞിരുന്ന കാര്യമായിരുന്നു, അവരെന്ത് വെച്ചാൽ AC ഇടും, ഓണാക്കും, എന്നിട്ട് AC ഒരു 24 ഡിഗ്രിയിലൊക്കെ സെറ്റ് ചെയ്യും, AC വർക്ക് ചെയ്യും, റൂം കൂളാവും. റൂം കൂളായി കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറിലൊക്കെ അവർ സ്ലീപ്പ് ഇട്ടിട്ടുണ്ടാവും. AC ഓഫ് ആവും. 2 മണിക്കൂർ കഴിയുമ്പോൾ AC ഓഫായി. AC ഓഫായി കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും റൂമിലെ ടെമ്പറേച്ചർ മാറി. കാരണം അടച്ചിട്ട റൂമല്ലേ, കുറച്ച് കഴിയുമ്പോഴേക്കും റൂമിൽ ചൂട് കൂടും. ചൂട് കൂടുമ്പോൾ അവർ വീണ്ടും AC-നെ ഓൺ ചെയ്യും. വീണ്ടും AC-നെ ഓൺ ചെയ്തിട്ട് ഇതേപോലെ 1 മണിക്കൂറോ 2 മണിക്കൂറോ റൺ ചെയ്യും. എന്നിട്ട് വീണ്ടും AC-നെ ഓഫ് ചെയ്യും. അപ്പൊ നോക്കാം, ഈ 2 മണിക്കൂർ റൺ ചെയ്യുമ്പോൾ ഇത് ഏകദേശം 2 മണിക്കൂറും ചിലപ്പോൾ 400 വാട്ട് 500 വാട്ടിലൊക്കെ റൺ ആവും. അപ്പൊ തന്നെ കൂടുതൽ എനർജി ആയില്ലേ. അതേസമയം നമ്മൾ ഇത് വളരെ ഫുൾ ടൈം ഒരു 6 മണിക്കൂറോ 7 മണിക്കൂറോ കണ്ടിന്യൂസ് റൺ ചെയ്യുകയാണെങ്കിൽ അവിടെ കൺസ്യൂം ചെയ്യുന്ന എനർജി നമുക്ക് കുറവായിരിക്കും. കാരണം ഇത് ടെമ്പറേച്ചർ അനുസരിച്ച് കൺട്രോളിങ് അങ്ങനെ വരും. നമ്മൾ AC ഓഫ് ആക്കിയിട്ടിട്ട് വീണ്ടും ഓൺ ആക്കുമ്പോൾ റൂമിനെ ആദ്യം മുതലേക്ക് വീണ്ടും തണുപ്പിച്ച് കൊണ്ടുവരണം. അതിനുവേണ്ടി AC കൂടുതൽ കറണ്ട് എടുക്കണം. അപ്പോഴാണ് കൂടുതൽ ചാർജ് അവിടെ വരുന്നത്. ഏകദേശം ഇത് ഒരു വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് ഇതേപോലെ നമുക്ക് നോക്കാനുള്ളതാണ് BLDC ഫാനും സാധാ ഫാനും തമ്മിൽ ഉള്ള വ്യത്യാസങ്ങൾ. അതിൽ എത്രയാണ് എനർജി കൺസ്യൂം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അത് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. അതുപോലെ തന്നെ ഈ ഫ്രിഡ്ജിലാണെങ്കിലും 2 ടൈപ്പ് റെഫ്രിജറേറ്ററും വരുന്നുണ്ടല്ലോ, BLDC-ലും വരുന്നുണ്ട്, സാധാ റെഫ്രിജറേറ്ററും വരുന്നുണ്ട്. അതും നമുക്ക് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാം.